Hi students, welcome back to our Hindi class. We continue our notes. Part 1, हम भारत की शान. उत्तर लिखो. हमारे देश का क्या नाम है? हमारे देश का नाम भारत है. നമ്മുടെ രാജ്യത്തിന്റെ പേര് എന്താണ്? നമ്മുടെ രാജ്യത്തിന്റെ പേര് ഭാരത് എന്നാണ്. ഭാരത് की धरती कैसी है? ഭാരത് की धरती हरी भरी है. ഭാരതത്തിന്റെ ഭൂമി എങ്ങനെയുള്ളതാണ്? ഭാരതത്തിന്റെ ഭൂമി പച്ചപ്പ് നിറഞ്ഞതാണ്. हमारा तन मन किसकी खुशबू से रजा बसा है? हमारा तन मन ഭാരത് की മാട്ടി की खुशबू से रजा बसा है. നമ്മുടെ മനസ്സും ശരീരവും എന്തിന്റെ മണത്താലാണ് നിറഞ്ഞിരിക്കുന്നത്? നമ്മുടെ മനസ്സും ശരീരവും ഭാരതത്തിന്റെ മണ്ണിന്റെ മണത്താൽ നിറഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ് യു റൈറ്റ് ഡൗൺ വാക്യ ബനാവോ. ബച്ച ബച്ച ഹസ്താ ഹെ, കുട്ടി ചിരിക്കുന്നു. ഫൂൽ ഫൂൽ കിൽത്താ ഹെ, പൂക്കൾ വിടരുന്നു. സൂരജ് സൂരജ് ഹമേ പ്രകാശ് ദേത്താ ഹെ, സൂര്യൻ നമുക്ക് പ്രകാശം തരുന്നു. മോർ മോർ ഹമാരെ രാഷ്ട്രീയ പക്ഷി ഹെ. മയിൽ, മോർ മീൻസ് മയിൽ, പീകോക്ക്. മയിൽ നമ്മുടെ ദേശീയ പക്ഷിയാണ്. After writing the notes, you take your text and page number 10, you do this. Rashtriya Pakshi, More. Rashtriya Phool, Kamal. Rashtriya Pakshu, Bagh. Rashtriya Dhwaj, Tiranga. Here is a correction here. National tree നമ്മുടെ കിടക്കുന്നത്, അത് നിങ്ങൾ ട്രീ വെട്ടി ഫ്ലാഗ് മാറ്റണം. നെക്സ്റ്റ് രാഷ്ട്രീയ വൃക്ഷ് ബർഗത്. So do this. Okay. See you next class. ഹായ് കുട്ടികളെ, എല്ലാവർക്കും സുഖമാണോ? ഞാൻ നിങ്ങളുടെ മെറിൻ മിസ്. നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ മലയാളം ക്ലാസ്സിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മലയാളം പഠിക്കാൻ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ് അല്ലേ? എല്ലാവർക്കും മലയാളം പഠിക്കാൻ ഇഷ്ടമാണ്. അപ്പം നമ്മുടെ ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് ഏതാണ്? ചരിത്രത്തിൻ്റെ ഗതി മാറ്റിയ കപ്പൽ യാത്ര. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ എഴുത്തുകാരനെ ഒന്ന് പരിചയപ്പെട്ടാലോ? അദ്ദേഹത്തിൻ്റെ പേരാണ് മലയിൻ കീഴ് ഗോപാലകൃഷ്ണൻ. അപ്പോൾ അദ്ദേഹം ആരാണ്? ഒരു മാതൃഭൂമി തിരുവനന്തപുരം യൂണിറ്റിലെ ന്യൂസ് എഡിറ്ററാണ്. പിന്നെ സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റ് എന്നീ നിലകളിലൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 2008 ഇദ്ദേഹം റിട്ടയർ ചെയ്തു. പിന്നെ ശ്രീചിത്ര തിരുനാൾ അവസാനത്തെ എഴുന്നള്ളത്ത്, കേരളം ലോക ചരിത്രത്തിലൂടെ, ഹേറാം, കേരളത്തിൻ്റെ ചരിത്ര സാക്ഷ്യങ്ങൾ മുതലായവയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളായിട്ട് പറയുന്നത്. അതിൽ കേരളം ലോക ചരിത്രത്തിലൂടെ എന്ന പുസ്തകത്തിലെ ചെറിയൊരു ഭാഗം നമുക്ക് പഠിക്കാൻ വേണ്ടി ചരിത്രത്തിൻ്റെ ഗതിമാറ്റിയ കപ്പൽ യാത്ര എന്ന് പറഞ്ഞ് നമുക്ക് തന്നിരിക്കുന്നു. അപ്പം നമുക്ക് പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം. മിസ് ഒരു ഫോട്ടോ കാണിക്കാം. ഈ ഫോട്ടോയിലെ ആള് ആര് എന്ന് നിങ്ങൾ പറയണം. കണ്ടോ ഫോട്ടോ? മനസ്സിലായോ? ആരാണിത്? വാസ്കോഡ ഗാമ. ഇദ്ദേഹം എന്തിനാണ് ഇന്ത്യയിലേക്ക് വന്നത്? ഇന്ത്യയുമായി ഒരു വാണിജ്യ ബന്ധം അല്ലെങ്കിൽ കച്ചവട ബന്ധം സ്ഥാപിക്കാനാണ് വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് വന്നത്. മാസങ്ങളോളം മഞ്ഞിൽ ഉറഞ്ഞു പോകുന്ന പാശ്ചാത്യ രാജ്യങ്ങളെ കടുത്ത ഭക്ഷ്യക്ഷാമം പതിവാണ്. അപ്പം അതുകൊണ്ട് ശൈത്യകാലത്തേക്ക്, ശൈത്യം എന്ന് പറഞ്ഞാൽ തണുപ്പുള്ള സമയത്തേക്ക് എന്നെടുക്കും ഓരോ കുടുംബവും മാംസം സൂക്ഷിച്ചു വെച്ചിരുന്നു. അപ്പം അതിന് മണവും രുചിയും നൽകാൻ എന്തിനായിരുന്നു കഴിവുണ്ടായിരുന്നത്? സുഗന്ധ വ്യഞ്ജനങ്ങൾക്ക് അല്ലെ, സ്പൈസസിനായിരുന്നു കഴിവുണ്ടായിരുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മൾ ഇറച്ചിക്കറിയും മറ്റുമൊക്കെ വെക്കുമ്പോൾ നമ്മൾ കൂടുതലും സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉപയോഗിക്കാറില്ലേ? സുഗന്ധ വ്യഞ്ജനം ഇല്ലാതെ നമ്മൾ എന്തെങ്കിലും കറി വെച്ചാൽ, ഇറച്ചിയൊക്കെ കറി വെച്ചാൽ നമുക്ക് അതിനുള്ളതായ ഒരു ടേസ്റ്റ് കിട്ടുമോ? രുചി കിട്ടുമോ? ഇല്ല. അപ്പം സുഗന്ധ വ്യഞ്ജനങ്ങൾക്ക് അപ്പം മാംസം സൂക്ഷിച്ചു വെച്ചിരുന്നു. ആ മാംസത്തിന് രുചിയും മണവും നൽകാൻ കഴിവ് സുഗന്ധ വ്യഞ്ജനങ്ങൾക്കാണ് ഉണ്ടായിരുന്നത്. അന്നത്തെ കാലത്ത് അറബികൾക്കായിരുന്നു സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കുത്തകയെന്ന് പറഞ്ഞാൽ കച്ചവടത്തിനുള്ള ഉടമ്പടി, കച്ചവടത്തിനുള്ള ഒരു കരാറ് അവർക്ക് മാത്രമാണ്, അറബികൾക്ക് മാത്രമായിരുന്നു. അങ്ങനെ അറബികൾ ഇന്ത്യയിൽ നിന്നുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ കോൺസ്റ്റാന്റിനോപ്പിൾ വരെ എത്തിക്കുകയും അവിടെ നിന്ന് കച്ചവടക്കാർ യൂറോപ്പിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. അങ്ങനെ 1453 കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ കീഴടക്കിയതോടെ
അറബികളിൽ നിന്നും വാങ്ങിയിരുന്ന ഇന്ത്യൻ വിഭവങ്ങള് യൂറോപ്പിന് കിട്ടാതെ വന്നു. അതോടെ ഇന്ത്യയിലേക്കുള്ള വഴി കണ്ടെത്തേണ്ടത് അത്യാവശ്യമായി മാറി പോർച്ചുഗീസുകാർക്ക്. അങ്ങനെ ഡോം മാനുവൽ എന്ന പോർച്ചുഗീസ് രാജാവിന്റെ നിർദ്ദേശപ്രകാരം 1497 ജൂലൈ 8 ഗാമയും സംഘവും പോർച്ചുഗലിന്റെ തലസ്ഥാനമായ ലിസ്ബണിൽ നിന്നും പുറപ്പെട്ടത്, ഇന്ത്യയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടത്. വഴിയില് ധാരാളം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവർക്ക് നേരിട്ടു. വഴി അറിയാതെ അവർ ഒത്തിരി നാള് കടലിലൂടെ അലഞ്ഞു തിരിഞ്ഞു. അങ്ങനെ ഒടുവില് മലബാർ വ്യാപാരിയാണ് ഗാമയ്ക്ക് കൂട്ടർക്കും വഴികാട്ടിയായി മാറിയത്. അങ്ങനെ 1498 മെയ് 20 കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് ഗാമയും സംഘവും എത്തി. അവര് പുറപ്പെട്ടതെന്നാണ് 1497 ജൂലൈ 8 പോർച്ചുഗലിൽ നിന്നും അവര് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടത്. എത്തിപ്പെട്ടതോ 1498 മെയ് 20. അങ്ങനെ 317 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ഗാമയും സംഘവും കാപ്പാട് എത്തിച്ചേർന്നത്. അപ്പൊ ആ ഒരു കാൽവെപ്പ് കാപ്പാടിന്റെ മുന്നിൽ ചരിത്രം എഴുതി, അല്ലേ? കറുത്ത പൊന്നിനെ സ്നേഹിച്ച വെളുത്ത ഗാമയെ അറിയാൻ, പ്രാചീന കാല വാണിജ്യ ബന്ധങ്ങളെ അറിയാൻ കാപ്പാടിന്റെ തീരം ഇന്നും ഒരു ചരിത്രാന്വേഷകരുടെ പറുദീസയായാണ് കിടക്കുന്നത്, അല്ലെ? നമുക്കറിയാം, ഇന്നും ചരിത്രം പഠിക്കുന്നതെല്ലാം നമുക്കറിയാം. കാപ്പാടിനെ കുറിച്ചൊക്കെ നമുക്ക് ധാരാളം. അതുകൊണ്ടാണ് കാപ്പാട് വന്നിറങ്ങിയ ഗാമയും സംഘത്തെയും സാമൂതിരി രാജാവ് തന്റെ കൊട്ടാരത്തിലേക്ക് ഉപചാരപൂർവം സ്വാഗതം ചെയ്തു. അങ്ങനെ കോഴിക്കോട് നിന്നും വ്യാപാര ബന്ധത്തിലേർപ്പെട്ട ഏതൊരു വ്യാപാരികളെയും പോലെ പോർച്ചുഗീസുകാർക്കും വ്യാപാരം നടത്താമെന്ന അനുവാദമാണ് ഗാമയ്ക്ക് സാമൂതിരി നൽകി. അങ്ങനെ ഗാമ കൊണ്ടുവന്ന സാധനങ്ങൾ നൽകി പകരം ഇവിടെ നിന്ന് എന്തൊക്കെ കൊണ്ടുപോകാൻ ഗാമ ആഗ്രഹിച്ചു? ഗ്രാമ്പൂ, ഏലം, കുരുമുളക്, കറുവാപ്പട്ട എന്നിവ സ്വന്തമാക്കാമെന്നാണ് ഗാമ കരുതിയത്. പക്ഷെ ഗാമ കൊണ്ടുവന്നിരുന്ന സാധനങ്ങള് കോഴിക്കോട് സുലഭമായിരുന്നു, ധാരാളമായിട്ട് ഉണ്ടായിരുന്നു. അതിനാല് ഗാമയുടെ ആഗ്രഹം നടപ്പായില്ല. അങ്ങനെ കോഴിക്കോട് വ്യാപാര പ്രാമാണ്യം നേടിയിരുന്ന അറബി കച്ചവടക്കാരെ പുറന്തള്ളാനുള്ള നിർദ്ദേശം ഗാമ സാമൂതിരിക്ക് നൽകിയെങ്കിലും സാമൂതിരി അത് ചെവിക്കൊണ്ടില്ല. അങ്ങനെ സാമൂതിരിയോടും അറബി കച്ചവടക്കാരോടുമൊക്കെ ഗാമയ്ക്ക് ശത്രുത ഉണ്ടായി. അങ്ങനെ പുതിയൊരു വ്യാപാര താവളം തേടി ഗാമയും കൂട്ടരും നടന്നു. സാമൂതിരിയുടെ ശത്രുവായ കോലത്തിരി രാജാവ് ഗാമയെ സ്വീകരിക്കുകയും ആവശ്യമുള്ള സുഗന്ധദ്രവ്യങ്ങൾ നൽകുകയും ചെയ്തു. കപ്പലുകൾ നിറയെ സുഗന്ധദ്രവ്യങ്ങളുമായാണ് പോർച്ചുഗലിലേക്ക് ഗാമ പോയത്. അവിടെ ചെന്ന ഗാമയെ രാജാവ് സ്വീകരിച്ചു. അങ്ങനെ ആദ്യത്തെ കച്ചവട യാത്ര 60 ഇരട്ടിയോളം ലാഭമുണ്ടാക്കിയതോടെ ഇന്ത്യ പോർച്ചുഗീസുകാരുടെ പ്രലോഭന കേന്ദ്രമായി തീർന്നു. വീണ്ടും 1-2 പ്രാവശ്യം കൂടെ ഗാമ ഇന്ത്യയിലേക്ക് വന്നു. ഒടുവിൽ വന്ന് 1502 വന്നിട്ടുണ്ട്. 1524 വെച്ച് കൊച്ചിയിൽ വെച്ച് ഗാമ മരണപ്പെടുകയാണ് ചെയ്തത്. നമുക്കിനിയും പാഠഭാഗത്തേക്ക് പ്രവേശിക്കാം. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താ മിസ് ആദ്യം പറഞ്ഞത്? ചരിത്രത്തിന്റെ ഗതിമാറ്റിയ കപ്പൽ യാത്ര. അപ്പൊ നമുക്ക് തുടങ്ങാം. കേട്ടിരുന്നേ. 1498 മെയ് 20 കേരള ചരിത്രത്തിന്റെ ഏറ്റവും അവിസ്മരണീയമായ ദിനമാണ്. എന്താണ് കാര്യം? പോർച്ചുഗീസ് നാവികനായ വാസ്കോഡ ഗാമയും കൂട്ടരും കോഴിക്കോട് കാപ്പാട് തുറമുഖത്ത് വന്നിറങ്ങിയത് അന്നായിരുന്നു. അപ്പൊ ഇവര് പുറപ്പെട്ടത് എന്നാണ് മിസ് ആദ്യം പറഞ്ഞു തന്നത്? 1497 ജൂലൈ 8. ഇവര് കാപ്പാട് എത്തിയത് എന്നാണ്? 1498 മെയ് 20. അങ്ങനെ 317 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ഗാമയും കൂട്ടരും കോഴിക്കോട് കാപ്പാട് വന്ന് ഇറങ്ങിയത്. നോക്കിയേ, ഇന്ത്യയിലെ യൂറോപ്യൻ അധിനിവേശത്തിനിടയാക്കിയ ആ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ചരിത്രത്തിന് ഗതിമാറ്റിയ കപ്പൽ യാത്ര എന്ന പാഠഭാഗത്ത് നമുക്ക് വായിക്കാം.
1498 മെയ് 20. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. കോഴിക്കോട് നിന്നും തെക്കോട്ട്, തെക്കും വടക്കും ഒക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്, സൗത്തും വെസ്റ്റും ഒക്കെ പഠിച്ചിട്ടില്ലേ? കോഴിക്കോട്ട് നിന്നും തെക്കോട്ട് മീൻ പിടിക്കാൻ പോയ മുക്കുവർ എന്ന് പറഞ്ഞാൽ മീൻപിടുത്തക്കാര് 4 കപ്പലുകൾ പടിഞ്ഞാറ് നിന്ന് വന്ന് നങ്കൂരം ഇടുന്നതായി കണ്ടു. നങ്കൂരം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കപ്പല് മുമ്പോട്ട് പോകാതിരിക്കാൻ വെള്ളത്തിലിടുന്ന ഒരു ഉപകരണമാണ് നങ്കൂരം. നോക്ക്, സാമൂതിരി രാജാവിന്റെ പ്രധാന തുറമുഖങ്ങളിൽ ഒന്നാണ് കോഴിക്കോട്. അപ്പൊ അവിടെ അറബികൾക്കാണ് കച്ചവടം ചെയ്യാനുള്ള കുത്തക എന്ന് പറഞ്ഞാല് കരാറ് ഉണ്ടായിരുന്നത്. ദിവസവും അനേകം കപ്പലുകൾ വന്നു പോകുന്ന തുറമുഖമാണ് കാപ്പാട്. എങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു മുക്കുവരുടെ കണ്ണിൽപ്പെട്ട 4 കപ്പലുകൾ. അതിനകത്തുള്ള വെള്ളക്കാരും അവരുടെ വേഷവും പടകെന്ന് പറഞ്ഞാൽ വലിയ വള്ളവും കൂറ്റൻ പീരങ്കിയും പുതിയ കാഴ്ചകളായിരുന്നു. അപ്പോൾ മുക്കുവന്മാർക്ക് അറബികളും അവരുടെ കപ്പലുകളും പരിചയമുണ്ട്. പക്ഷെ ഈ വന്നിറങ്ങിയ ഗാമയുടെയും സംഘത്തിന്റെയും പിന്നെ അവർ വന്ന കപ്പലുകളും ഒക്കെ ഒരു പുതിയ കാഴ്ചയായിരുന്നു അവിടുത്തെ മുക്കുവന്മാർക്ക്. ഇവിടുത്തെ മുക്കുവന്മാർക്ക് കോഴിക്കോട് കാപ്പാട് എന്ന സ്ഥലത്തെ മുക്കുവന്മാർക്ക്. അമ്പും വില്ലും വാളും പരിചയും കുന്തവും എല്ലാം ആയുധങ്ങളാക്കി ഏത് ശത്രുവിനോടും അടരാടിയിരുന്ന, അടർ എന്ന് പറഞ്ഞാല് യുദ്ധം എന്നാണ് അടർ എന്ന വാക്കിന്റെ അർത്ഥം. അടരാടിയിരുന്ന സാമൂതിരി സൈന്യത്തിന് പുതിയ കപ്പലുകളിലെ മനുഷ്യരും അവരുടെ യുദ്ധോപകരണങ്ങളും അന്താളിപ്പ് സൃഷ്ടിച്ചു. സാമൂതിരിയുടെ സൈന്യത്തിന് പോലും ഈ പുതിയ കപ്പലുകളിൽ വന്നിറങ്ങിയ ആളുകളും അവരുടെ ആയുധങ്ങളും ഒക്കെ കണ്ടപ്പോൾ അവരുടെ ഉള്ളിൽ പോലും ഒരു അമ്പരപ്പ് ഉണ്ടാക്കിയെന്ന്. അങ്ങനെ കോഴിക്കോട് പരമ്പരാഗതമായി കച്ചവടത്തിലേർപ്പെട്ട മുസ്ലിങ്ങൾക്കും അറബികൾക്കും വെള്ളക്കാരുടെ ഈ വരവ് അസ്വസ്ഥത സൃഷ്ടിച്ചു. അസ്വസ്ഥതയുടെ അർത്ഥം സുഖമില്ലായ്മ, ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയെന്ന്. വെള്ളക്കാരുടെ ഈ വരവ്, ഗാമയുടെയും കൂട്ടരുടെയും ഈ വരവ് അവർക്ക് പോലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കി. പക്ഷെ ഇവർ എന്തിനാണ് വന്നത് എന്ന ആദ്യം ആർക്കും ഒരു വിവരവും ഇല്ലായിരുന്നു. അപ്പൊ നമുക്ക് ഇത്ര വരെ ഒന്ന് പഠിച്ചാൽ മതി. ആദ്യത്തെ 2-3 പ്രാവശ്യം ഒന്ന് വായിക്കുക. വായിച്ചതിന് ശേഷം മിസ് ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. താങ്ക് യു. Hi students, today we are going to discuss about expanded and standard form of numbers. In the last class we studied about Indian and international system of numbers, then place value and face value, standard form of numbers, right? Today we are going to discuss about expanded and standard form. So we can consider an example. First, what is expanded form? Expanded form of numbers is the sum of the place values of all the digits of the number. So here the number is 6,39,42,529. First of all, you have to write the place value, then find the sum of that. So 6 is in crores place, so you can write 6 into 1 crore. 6 into 1 crore plus 3 is in 10 lakhs place. So we can write 3 into 10 lakh. Plus 9 is in lakhs place. So 9 into 1 lakh. Then 4 is in 10,000 place. So 4 into 10,000. 2 is in thousands place. So 2 into 1,000. 5 is in hundreds place, so 5 into 100. 2 is in tens place, so 2 into 10. 9 is in ones place, so 9 into 1. This is the expanded form of numbers. Or you can write the answer in another way also. 6 into 1 crore, what's the answer? 6 crore. Six crore plus 3 into 10 lakh means 30 lakh.
plus 9 into 1 lakh is 9 lakh plus 4 into 10,000 is 40,000. 2 into 1000 is 2000. 5 into 100 is 500 plus 2 into 10 is 20 plus 9 into 1 is 9. In both the ways you can write the answer. So expanded form of a number you have to write in this way. Okay. We can write one more example. Two crore 93 lakh 56,402. So we can write the expanded form as 2 is in crores place. So 2 into 1 crore into 1 crore plus 9 is in 10 lakhs place. So 9 into 10 lakh. Three is in lakhs place. So 3 into 1 lakh plus 5 is in 10,000 place. So 5 into 10,000 plus 6 in thousands place. So 6 into 1000. 4 in hundreds place. So 4 into 100. 0 in tens place. 0 into 10 plus 2 is in ones place. So 2 into 1. What is the next way? Directly write it. 2 into 1 crore is 2 crore. 2 crore plus 90 lakh plus 3 lakh plus 50,000 plus 6,000 plus 400 plus 0 plus 2. Okay. So next one is standard form of a number. What is the standard form? The reverse of the expanded form is known as the short form or standard form. When we write a number for the given expanded form, it is called its short form or standard form. For example, short form or standard form of 5 into 10 crore plus 7 into 1 lakh plus 6 into 10,000 plus 4 into 1,000 plus 3 into 100 plus 9 into 10 plus 6 is expanded form is given here. You have to find the standard form of this number. Okay, so how to write the standard form? What is the standard form of this number? It is 50 crore 7 lakh 64,396. 50 crore 7 lakh, because in 10 lakhs place no number is given there, no digit is given there. So in that place you have to put 0 there. Then here in 10 crores place 5 is given, but in crores place no digit is given.
So in that place you have to put 0. Then in 10 lakhs place also no digit is given. So in that place you have to write 0 there. Then in lakhs place 7 is given. Then all other numbers are present. So 50 crore 7 lakh 64,396. That's the standard form. Once again, the reverse of the expanded form is known as the short form or standard form. When we write a number for the given expanded form, it is called its short form or standard form. Okay, so next we are going to discuss about comparing numbers. How to compare 2 or 3 numbers. Comparing numbers. All these things you studied in the previous classes. So we have to just recollect these things. To compare 2 or more numbers, what you have to do first? First you have to compare first the number with more digit is greater. Okay. For example, here 1,58,22,05,6 22,05,654. 2 numbers are given there. So what we said now, the number with more digit is greater. So in the first number, how many digits are there? 1, 2, 3, 4, 5, 6. Here 6 digits. And in the second number, how many digits are there? 7 digits are there. So the second number 22,05,654, that second number is greater. So what's the first step? The number with more digits is greater. Then second step is, if the number of digits are equal, then compare the first digit from the left. We can consider an example. 12,86,493 and 2 crore 13 lakh 74,299. So here in the first number only 7 digits are there. In the second number 8 digits are there. So clearly second number is greater. If I am adding one more number here, okay, now the first number become 3 crore 12 lakh 86,493 and the second number is 2 crore 13 lakh 74,299. So what you have to do, from the left side you have to take the digits, then compare it. Here from the left side, in the first number which is the digit is 3, and in the second number the digit is 2. Then you have to compare 3 and 2. Which number is greater one? 3 is the greater digit. That means the first number 3 crore 12 lakh 86,493, that number is the greatest number. Then third step, if the first digits from the left side are equal, then compare the second digit from the left, then continue like this and keep comparing the digits until you get the greater number. Okay, we can do some examples. First question, so here first number is 12 lakh 45,052. Second number 1 lakh 32,000. Right?
So in the first number, how many digits are there? 7 digits are there. In the second number, only 6 digits are there. So the number with greater digits is greater. So the first number 12,45,052 is the greater number. Consider the second example. 13,58,19,267 and 96 crore. So here the number of digits in each number is equal. So what you have to do? You have to compare the first number from the left side. Here in the first number, the first digit is 1, and in the second number, the first digit is 9. So you have to compare 1 and 9. Which number is greater? 9 is greater. That means the second number, 96 crore, is the greatest number. Then another example, 6 crore 54 lakh 23,199 and 6 crore 54 lakh 23,198. So here when you compare the first digit, both are equal, it's 6. When you compare the second digit, both are equal, it's 5. Third digit is also equal, 4. Fourth digit is equal, it's 2. Fifth digit is equal, it's 3. Sixth digit is equal, it's 1. Seventh digit is equal, it's 9. Then compare the eighth digits. Here in the first number, the eighth digit is 9, and in the second number, the eighth digit is 8. Which one is the greater number? 9. That means the first number, 6 crore 54 lakh 23,199, is the greatest number. Okay. Next, we are going to discuss about ascending and descending order. Ascending and descending order. Ascending and descending order. What is ascending order? Ascending order means arranging the numbers from the smallest to the greatest. Then what is the descending order? Descending order means arranging the numbers from the greatest to the smallest. So first we can consider an example. $13 crore 88 lakh 15,290, 14 crore 13 lakh 19,868, 9 crore 59,280. Three numbers are given here. First you have to write ascending order of these numbers. Ascending order. Ascending order means you have to arrange these numbers from the smallest number to the largest numbers, right? So here first and second number, the number of digits are equal. In both that numbers, 9 digits are there. But in the third number, only 8 digits are there. So that means the third number is the smallest number. So first we can write that number, 9 crore 59,280. That's the smallest number. Then two more numbers are given there. 13 crore 88 lakh 15,290. 14 crore 13 lakh 19,868. First of all, you have to compare the digits from the left side. In both the numbers, the first digit is 1. That's equal. Take the second digit. From the first number, the second digit is 3. From the second number, the second digit is 4.
compare that to numbers 3 and 4. The greater number is 4. That means 14 crore 13 lakh 19,868 is, sorry, that's the greatest number. We have to write the smallest number there. So you have to write 13 crore 88 lakh 15,290. Then last we can write 14 crore 13 lakh 19,868. This is the ascending order. First you have to write the smallest number. Arrange these numbers from the smallest to the greatest. This is the ascending order. Next we have to write the descending order of these numbers. Descending order means from the greatest to the smallest. So in these numbers, which is the greatest number? It is 14 crore 13 lakh 19,868. Then the second one is 13 crore 88 lakh 15,290. And the third number is 9 crore 59,280. This is the answer. Okay. So next we can study how to form greatest and smallest numbers. To form the greatest number using the given digits, you have to arrange that digits in descending order. For forming a greatest number using the given digits, first of all you have to arrange that digits in descending order. Then to form the smallest number using the given digit, arrange the digits in ascending order. We can do some examples for that. Greatest and smallest number. So consider some examples how to form greatest number and how to form smallest number using the given digits. So first of all, the numbers are 6, 7, 0, 9, 3, 1, 8. These are the given numbers. You have to form smallest and greatest 7-digit numbers using these given numbers without repeating the digits. So first of all we can write the smallest 7-digit number. Smallest 7-digit number. Here 7 digits are given there. So you can write the smallest 7-digit number without repeating a digit. So how to form a smallest number? Arrange the digits in ascending order. So here the smallest number is 0, but we can't write 0 in the beginning of a number, because if you write 0 in the beginning, then that number become a 6-digit number. So if 0 is given in the question, you have to write that number in the second position. So except 0, which is the next smallest number, it is 1. Now you can arrange the numbers in ascending order. So next you can write 0, then the next number is 3, after that it is 6, then it is 7, 8, 9. So this is the smallest number, 10,36,789. This is the smallest 7-digit number that you can form using these digits. Then greatest 7-digit number. Greatest 7-digit number. Greatest 7-digit number means arrange the digits in descending order. So here the greater number is
9. Then 8, 7, 6, 3, 1, 0. So the greatest 7-digit number using these numbers is 98,76,390. Consider one more example. One, 2, 3, 4, 5, 6, 7, 8. 8 digits are given there. You have to form smallest 8-digit number and greatest 8-digit number. So smallest 8-digit number. Smallest 8-digit number. For finding that answer, you have to arrange these numbers in ascending order. So, what's the answer? First smallest number is 1, then it is 2, then it is 3, 4, 5, 6, 7, 8. So, the answer is 1,23,45,678. Then, the greatest 8-digit number. For finding the greatest 8-digit number, what you have to do? Arrange these numbers in descending order. The greater number is 8, then 7, 6, 5, 4, 3, 2, 1. So the answer is 8,76,54,321. Okay. So next we are going to discuss about rounding of numbers. Rounding of numbers. To round off a number to the nearest 10, you have to check the ones digit. Then to round off a number to the nearest 100, check the tens digit. And for to the nearest 1000, check the hundreds digit. If the digit is less than 5, then make that digit and the digit on its right 0. If the digit is 5 or more than 5, then make it and all the digits on its right 0 and add 1 to the digit on its left side. By doing example, it will be clear. Round off the following numbers. Round off the following. Okay, first example, you have to, I will write one number here, 2,68,19,536. You have to round off this number to the nearest 10. For that, first of all, you have to consider the number at the ones place. Here in ones place, the digit is 6. It is greater than 5. So what you have to do there? In 6th place, in ones place, you have to write 0 there. If the number is 5 or greater than 5, then make it and all the digits on its right 0 and add 1 to the left side of that number. So in ones place you have to write 0 there, then add 1 to the left side number. Here in the left side the number is 3. When you add 1 to that number, it becomes 4. Then write all other numbers same. So the answer is 2,68,19,540. Second question. 16,44,38,129 to the nearest 100. To
the nearest 100. So for that, what you have to do, consider the digit at its tens place. Here in tens place, the number is 2. That number is less than 5. So in tens place and ones place number, you have to write there 0. Then you can write all other numbers as same. If this number is greater than 5 or it is 5, then what you have to do there, you have to add, you have to write 0 in that place and add 1 to the left side of that number. Okay, so here the answer is 16 crore 44 lakh 38,100. Then consider another example, how to round off to the nearest 1000. 69 crore 28 lakh 13,298 to the nearest 1000, to the nearest 1000. So for that you have to consider the digit at its hundreds place. So here in hundreds place the number is 2. So what you have to do, that number is less than 5. So in that place you can write 0, and in the right side all other numbers you have to make it 0. Then here the number in hundreds place is less than 5. So you can write all other numbers as same. If it was greater than 5 or it is 5, then what you have to do there, you have to add 1 to the left side of that number. So here it is 2 less than 5. So the answer is 69 crore 28 lakh 13,000. Then the last portion was Roman numerals. I think it's clear. Our last topic, it's Roman numerals. For that, first of all, you have to by heart the Roman numeral and its values. Roman numeral, here its value. So I, this Roman numeral indicates 1. Its value is 1. Then the second Roman numeral, V, its value is 5. Then X, its value is 10. L, its value is 50. C, 100. D, 500. M, 1000. First you have to study these values. Then some rules are there. If the smaller symbol is written before the larger symbol, it means subtraction. That means one x. This means here x is the largest number and I is the smallest number. This means x minus 1. Here not x minus 1, x minus I. Here the value of x is 10. Value of I is 1. So 10 minus 1, its value is 9. Ix means 9. That means a smaller symbol is written before the larger symbol. It means subtraction. Then second rule, if the smaller symbol is written after the larger symbol, it means addition. For example, xi. It means x is the larger symbol, I is the smaller symbol. That means you have to add there x plus I. X is 10, I is 1, 10 plus 1 is equal to
11. Okay. Third rule, number 0 cannot be represented using Roman numerals. Fourth rule, a symbol or alphabet can be written for maximum 3 times. Okay. If we want to write the Roman numeral of 30, we can repeat the symbol X 3 times. Not more than that, it's not allowed. Okay. If you have to, for example, if we have to write the number 40, then we can't write like this, X, 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 X. Here we repeated 4 times. It is not allowed. Okay. We can write a symbol maximum of 3 times. That's the fourth rule. Then fifth rule, when a small symbol is written in between 2 larger symbols, then the smaller symbol is subtracted from the next larger symbol. That means, for example, CXC. CXC means, first of all, you have to add the larger symbols. C is the larger symbol. So add that 2 symbols. From that you have to subtract X. C plus C is, value of C is 100. So 100 plus 100 minus value of X is 10. That means 200 minus 10. It is 190. So these are the rules. Based on these rules, you have to write some questions. Okay, first question. Write the following. Write the following. Write the following numbers in Roman numerals. In Roman numerals. Okay. First question is 250. So for this 250, you can write it as 200 plus 50. 200, you can write 100 plus 100. 100, its symbol for 100 is, or again you can write 100 plus 100 plus 50. Symbol of 100 is C. C, C, and the symbol of 50 is L. So 250, its Roman numeral is C, C, L. Then another question. 319. 319, you can write it as 300 plus 10 plus 9. This is the expanded form, right? 300, we can write 100 plus 100 plus 100, because we can use a symbol maximum of 3 times. So here we can use 100 3 times. Symbol of 100 is C. C, C, C. Then 10, its symbol is X. 9, its symbol is I, X. So 390 is C, 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 X, I, X. Next one is 92. 92, we can write it as 90 plus 2. This is the expanded form. Then 90. What is the numeral of 90? Here 90, you can write it as 100 minus 10. 100 minus 10 is 90. So 100, for subtraction, how you have to write? First write the smallest number. Here the smallest number is 10, its symbol is X. Then the largest number is 100, its symbol is C. Then how to write 2? You have to write 2I there. So 92 is X, C, I, I. Then next one is, write the following Roman numerals. Write the following Roman numerals
write the following Roman numerals as Hindu Arabic numeral. As Hindu Arabic numeral. Hindu Arabic numeral. Hindu Arabic numeral means you have to, Roman numerals will be given there, you have to write that number. First question, C D X V. It is the Roman numeral. Write that number. D, what's the value of D here? C D. C, its value is 100. D, its value is 500. Here, larger number is written after the smaller symbol. That means subtraction. So, 500 minus 100. It is 400. Then, X means its value is 10. 400 plus 10, 410. V means its value is 5. So, what is its value? It's 415. Then, second question, CMIX. Here, C, what's the value of C? Value of C is 100, value of M is 1000. Here also, larger symbol is written after the smaller symbol. That means subtraction. You have to subtract the smaller symbol from the larger one. Larger symbol's value is 1000. Smaller symbol's value is 100. 1000 minus 100, it is 900. Then 1x. What is its value? It is 9. So 900 plus 9, it is 909. One more example. D X X I V. So here value of D is 500, value of X is 10. So 500, then 10, 10. What is the value of this digit? It is 4. So 500 plus 10 plus 10 plus 4. What is its value? 524. Okay students, I think it's clear. So we can stop here and we can continue in another classes. Hello my dear students, welcome back to our science class once again. Okay, last class we studied about the different part of the skeletal system. What are the different part of the skeletal system? The skull, the backbone, the rib cage and the limbs. We stopped at the rib cage. So today we are going to start with the limbs. What are limbs? Limbs are our legs and arms. Okay, human beings have two pairs of limbs, the forelimb and the hind limb. Okay, the forelimbs are the arms and the hind limbs are the legs. The forelimb. Now we are going to study about the forelimb. The forelimb constitute of two types of bones. Okay, first one, the upper one we can see the violet color bone, the long bone that is known as the humerus, and the just below that you can see two types of bones. They are known as the lower part of the bone, this forelimb, and these are known as radius and ulna. Okay, radius is the brown color one and the ulna is the green color one. And this arm is connected to the backbone also. Okay, this arm alone cannot do anything. It is connected to the backbone. So, how it is connected to the backbone? This arm is connected to the backbone with the shoulder girdle. That is a bone part, and this bone part consists of two bones. You can see in the picture the upper part of the limb. You can see there is a pink color broad bone is there, that is known as the shoulder blade, and a cream color narrow lengthy one is there, that is known as the collar bones. This shoulder blade and collar bone together known as shoulder girdle, and this shoulder girdle connect the arm or the forelimb to the
backbone. Clear? Once again I am going to say the arm is connected to the backbone with a bone known as shoulder girdle. This shoulder girdle consists of two types of bones, that is known as the shoulder blade and the collar bone. So you can see in the picture the shoulder blade in the pink color in the upper part, and a off-white color long bone is there, that is known as the collar bone. So you can feel in your body where is the collar. Okay, this arm is connected to the neck part, that is the distance backbone. Okay, you can see the arm at the top part of the arm, the shoulder. From the shoulder to the backbone, this connection is there. This connection is made with the shoulder girdle, and this shoulder girdle consists of two types of bones, the shoulder blade and a collar bone. A pair of shoulder girdle and a pair of collar bones. And the first part of the upper part of the forelimb is known as the long bone. This is a violet in color, that is known as the humerus. And the lower part of the upper limb consists of two types of bones. They are radius and ulna. The brown color bone is known as the radius, and the green color bone is known as the ulna. This much about the our forelimb. Now we are going to study about the hind limb or the legs. This hind limb also connected to the backbone. This hind limb, like the forelimb, the hind limb also connected to the backbone with a piece of bone that is known as hip girdle. The forelimb connected to the backbone with a shoulder girdle, but in the case of lower limb, that is the leg, is connected to the backbone with a hip girdle. Okay, clear? And now go to the upper part of the hind limb. The upper part of the hind limb, the long bone is there. You can see the upper part of the hind limb. There is a long bone is known as, that is the thigh bone. Thigh, where is the thigh? In Malayalam we are saying the todayal. Okay, this is the longest, that is known as the femur. What is the name of the long bone in our body? That is the femur. Femur is the longest bone in the human body. So the upper leg has thigh bone called femur. This is the longest bone in the body. So the lower part, like the upper limb, lower limb also, the lower part of the lower limb also consists of two types of bones. Two bones are there. They are known as the shin bone and calf bone. So in the case of upper limb, the two bones in the lower part is known as radius and ulna. But in the lower limb, the lower part of the lower limb consists of two bones. They are known as shin bone and calf bone, and the upper part is known as femur. Femur is the longest bone in the human body, but in the forelimb, the upper part is known as the humerus, and lower part is known as radius and ulna. In lower limb, the upper part is known as femur, that is the longest bone in the body, and the lower part consists of two bones, shin bone and calf bone. Now clear? So now the parts of the skeletal system is over. So we are going to discuss about the function of the skeletal system. The first function of the skeletal system is the skeleton gives shape and support to our body. I told you before, the skeleton gives shape and support to our body. And second, it protects the soft internal organs. The new function that I didn't say before, that is, it allows the movement of different body parts. The bones allow the movement of different body parts. The last function is, some bones are hollow from inside. The bones inside part is hollow and it is filled with a soft matter. That is, the hollow part is filled with a soft matter, and the soft matter is known as bone marrow. The soft matter inside the bone is known as bone marrow. When you are eating the chicken piece, when you bite the bones in the chicken, when you crush it, you can see that something inside the bone, the brown color something is inside, and this is also the bone marrow. So what is the function of the bone marrow? It is very important because the blood cells are made in the bone marrow. Where the blood cells are produced? The blood cells are produced in the bone marrow.
Okay, clear? What are the functions of the skeletal system? First one, the skeletal system gives shape and support to our body. Second, it protects the soft internal organs. Third function, it allows the movement of different body parts. The fourth point, some bones are hollow from inside and filled with a soft matter called bone marrow. These bone marrow produce blood. So, the next topic is the joints. Now we are going to study about the joints. What is a joint? A joint is the meeting point of bones. When two bones meet together in a particular place, that part is known as a joint. So the joint helps us to bend and move. With the help of the joint, we can bend and move. The bones are held together by strong tissues called ligaments. In these joints, the bones are held together by a strong structure known as the strong tissue called the ligaments. What are the ligaments? Ligaments are joining the two bones in the joints. The ligaments are very strong and flexible bands of tissues. So ligaments, what are ligaments? Ligaments are very strong, flexible bands of tissue that held the bones together at the joints. Okay, what are ligaments? Ligaments are strong, flexible bands of tissue that are held together by strong that are joining the bones at the joint places. Okay, so there are two types of joints. There are how many types? Two types of joints are there. First one is movable joint and second one is immovable joints. We know, we studied in the skull part. When we studied the skull part, we studied that in the skull, the 8 flat bones join together to form the cranium. There the joint is movable? No. If the joints are movable, the skull cannot protect the brain. Am I right? So, there the joints are immovable. So, in the skull part, the joints are, you can see the immovable joints. But in the hand part and the leg part, which type of joints are there? Movable joints. That's why we can walk, we can catch anything, we can hold anything, you can move your hands in all directions. Okay, so the joints which help in the movement of our body are called movable joints. What are movable joints? The joints which helps in the movement of the body are called movable joints. Examples of movable joints are arms and legs. Okay. First we are going to study about first type of joint, that is hinge joint. What is a hinge? Do you know what is a hinge? You can see the hinge picture is there. Hinge picture is there. This black color, black and white picture is there. That is the picture of a hinge. The hinge you can see in the door. Can you move the door in all direction? No. We can move the door frontward and backward. Am I right? So this hinge joint is very strong and allows the back and forth movement. Like the hinge, the same way, like a hinge, in the hinge joint also moving forward and backward only. This hinge joint allows only forward and backward movement. Okay, you just look at your hand, the elbow part, kaida muttu bhagam. Okay, you can stretch the hand like this and you can fold the hand and touch your face. That's much. Again you can fold it straight. So the elbow joint you can move only frontward and backward. Okay. Okay, the hinge joint is very strong and allows the back and forth movement. Munnottum poragottum matra movement allow cheyu. It works like a hinges of a door. Just like the hinges of the door, the hinge joint also work. You can see the hinge joint in our body where I told you in the elbow joint. Then ankle. Where is the ankle? Ankle joint. You can see just in between the foot and the leg. Okay, you have ankle socks and all this. The ankle socks always still ankle.
Okay, so ankle, knees, mutta, kalinte mutta, then elbow you know, kaide mutta bhagam. Okay, then fingers and toes have hinge joints. You clear? The knee part in the picture, you can see the knee part. Okay, knee part you can see there, and see the femur is there. Femur is joined to the lower part, that is the shin bone and calf bone, joined to the shin bone and calf bone. The joint is known as the hinge joint. In the knee part also, only you can move the leg in forward and backward only. We can't move all direction. Okay, so this much about the hinge joint. Next we are going to study about the ball and socket joint. You can see in the picture, the ball is there. One end of the bone is look like a ball, and the other end of the bone is look like a cup or a socket. So in this type of joint, the ball shaped end of one bone fit into the cup shaped socket of the other bone. See, like this in the picture you can see that the ball shaped end of one bone fit into the cup shaped end of another bone. This type of joint allows movements in all direction. This type of joint allows the movements in all direction. You can imagine that the ball is fit inside the cup and there is space is there, so the ball can move in all direction inside the cup. Okay, this type of joint allows movement in all direction. Which part of our body can move in all direction? Yes, our arms, the shoulder part of our arm, shoulder part, you can move the full arm in all direction. Another part, our leg also you can move in all part, that is a hip joint, hip. Okay, femur joint to our hip girdle. Okay, hip girdle, I told you the upper part of the upper part of the hind limb is joined to the backbone with a hip girdle. That hip girdle and the upper limb, lower limb joined together in the hip joint. Okay, the hip and the shoulder joints are examples of ball and socket joint. So today this much only we are going to study. In the next class we can study the other two types of joints, that are pivot joint and gliding joint. For today this much only. See you in the next class. Be safe and healthy. Bye bye. See you again.